ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇവർ വിവാഹിതരാകുന്നു എന്ന സീരിയൽ നമുക്കിനി തിങ്കൾ മുതലാണുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചത്തെ 1-2 ദിവസത്തെ നല്ല വിശേഷങ്ങളൊക്കെ കേട്ട് നോക്കിയാലോ. അപ്പം നമ്മുടെ ഇവർ വിവാഹിതരാകുന്നതിൻ്റെ ഒരു ചെറിയൊരു പ്രമോയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും കൂടെ ഒന്ന് ശ്രമിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ അച്യുതന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഭൂമിജയും കൂടെ ആയിട്ട് അവർ എക്സസൈസ് ചെയ്യാൻ പോയ സമയത്ത് അച്യുതന് വല്ലാണ്ടൊരു ചുമയൊക്കെ വന്നിട്ട് തുപ്പിയപ്പോൾ ബ്ലഡൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഭൂമിജ ആകെ പേടിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ ഒരു നല്ലൊരു ഹോസ്പിറ്റൽ നോക്കി തിരഞ്ഞെടുത്ത് അവിടുത്തെ ഡോക്ടറെയൊക്കെ ബുക്ക് ചെയ്ത് വൈകിട്ട് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അച്യുതൻ പറയുന്നുണ്ട് എൻ്റെ പൊന്നു മോളെ, എൻ്റെ തൊണ്ട പൊട്ടിയിട്ട് ഞാനത് തുപ്പിയപ്പം ബ്ലഡ് കൂടെ കലർന്ന് വന്നതാണ്. അപ്പോൾ ഭൂമിജ പറഞ്ഞു, അച്ഛാ എന്തോ ആയിക്കോട്ടെ, എന്തായാലും നമുക്കൊന്ന് ഡോക്ടറെ പോയി കണ്ട് ആ സംശയം ഒന്ന് ഇതാക്കി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ. അതുകൊണ്ട് അച്ഛൻ മിണ്ടാണ്ട് എൻ്റെ കൂടെ ഇങ്ങ് പോരാൻ പറയണേ. അച്യുതന് ആകെ ടെൻഷനാണ്. കാരണം തനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള കാര്യം അച്യുതനറിയാം. കാരണം കുറേ ദിവസങ്ങളായിട്ട് അച്യുതന് മൂക്കിന്നും അതുപോലെ തന്നെ തുപ്പുമ്പോഴും ഒക്കെ ബ്ലഡ് ഇങ്ങനെ അച്യുതൻ തന്നെ കണ്ട് പേടിച്ച് ഭയന്ന് ആരോടും പറയാണ്ട് അച്യുതൻ ഇരിക്കുകയാണ്. അങ്ങനെ ഡോക്ടറെ കാണാനായിട്ട് ചെന്നു. അങ്ങനെ ചെന്നപ്പോൾ ഡോക്ടർ എന്താണ് കുഴപ്പമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഭൂമിജ പറഞ്ഞു, ഇങ്ങനെ കഴിഞ്ഞ ദിവസം രാവിലെ ഇങ്ങനെ ചുമച്ച സമയത്ത് തുപ്പിയപ്പോൾ ഇങ്ങനെ ബ്ലഡ് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു അതെന്താണ്. അപ്പോൾ അച്യുതൻ പറയുന്നുണ്ട്, അതെ എൻ്റെ പൊന്ന് ഡോക്ടർ, എൻ്റെ ചുമച്ച് തൊണ്ട ഒന്ന് പൊട്ടിയായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് തുപ്പിയപ്പം ബ്ലഡ് പോലെ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് നമുക്ക് നോക്കാം, എന്തായാലും അതാണോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം, നിങ്ങൾക്ക് നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരല്ലേ, അപ്പോൾ നമുക്ക് ആ സംശയം അങ്ങ് തീർക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അച്യുതൻ എന്ത് ചെയ്യണു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് ഒരു സ്കാനിങ്ങും എക്സ്റേ ഒക്കെ എടുക്കാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള റിപ്പോർട്ടിന് എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ നേരെ ലാബിൽ കൊണ്ടുപോയി അതൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്ത് റിസൾട്ടിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും വെയിറ്റ് ചെയ്ത് ലാബിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അച്യുതൻ നമ്മുടെ ഭൂമിയുടെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ, വെറുതെ എന്തിനാടി ഇങ്ങനെ കാശൊക്കെ കളയണത്, അച്ഛനും ഒരു കുഴപ്പമില്ല, എൻ്റെ അച്ഛനും ഒരു കുഴപ്പമില്ല, എന്നാലും നമുക്കൊന്ന് ചെയ്ത് ആ സംശയങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടിരുന്ന അത്രയ്ക്കും കുഴപ്പമില്ലല്ലോ അച്ഛാ, അതുകൊണ്ട് അച്ഛൻ സമാധാനമായിട്ട് ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഡോക്ടറുടെ സിസ്റ്റത്തിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഡോക്ടർ അതൊക്കെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴത്തേക്ക് അത്ര നല്ല രീതിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല റിപ്പോർട്ടിൽ. അപ്പോഴേക്കും സിസ്റ്റർ വിളിച്ചിട്ട് ഡോക്ടർ പറയും, അച്യുതൻ എന്ന് പറഞ്ഞ പേഷ്യൻറ്റിൻ്റെ കൂടെ വന്ന ആ മകളെ മാത്രം ഒന്ന് അകത്ത് കയറി വരാൻ പറയും. അങ്ങനെ സിസ്റ്റർ പുറത്ത് ചെന്നിട്ട് അച്യുതൻ്റെ കൂടെ വന്ന ആൾ മാത്രം ഡോക്ടറെ കാണാനായിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അച്യുതൻ ചോദിച്ചു, അതെന്താ ഞാൻ വരണ്ടേ? അതെ, അച്ഛൻ ഇവിടെ ഇരിക്കുന്നത്, ഡോക്ടറിന് മരുന്ന് മേടിക്കാൻ ഞാൻ മതിയല്ലോ, ഞാൻ പോയി കണ്ട റിപ്പോർട്ട് മേടിച്ച് മരുന്ന് മേടിച്ച് വരാമെന്ന് പറയും. എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അച്യുതൻ വെളിയിൽ തന്നെ ഇരിക്കും. അങ്ങനെ ഭൂമി അകത്തോട്ട് ചെല്ലുകയാണ്. അകത്തോട്ട് ചെന്നിട്ട് ഡോക്ടർ ഭൂമിയുടെ അടുത്ത് ഇരിക്കാൻ പറയും. അപ്പോൾ ഭൂമിനെ കുറിച്ചുള്ള കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്ത് ചെയ്യണു, ഏതുവരെ പഠിച്ചു, വീട്ടിലാരൊക്കെ വേറെ ഉള്ളത്, അച്ഛൻ എന്താണ് പണി, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. അപ്പം ഭൂമി പറയുന്നുണ്ട്, ഞാൻ ഡിഗ്രി കഴിഞ്ഞ ശേഷം എൻ്റെ കുടുംബത്തെ ഞാനാണ് നോക്കണം. വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനൊരു ആക്സിഡൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതേ പിന്നെ ഞാൻ ഓട്ടോറിക്ഷയൊന്നും ഓടിക്കാനോ ടാക്സി ഓടിക്കാനൊന്നും അച്ഛനെ വിട്ടിട്ടില്ല. ഞാൻ തന്നെയാണ് ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഒരു ടീ ഷോപ്പ് ഇട്ടിട്ടുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ടാണ് എൻ്റെ ഫാമിലി താമസിക്കുന്നത്. അപ്പം സാധാ ഒരു മീഡിയം ഫാമിലിയാണ് അല്ലേ? ഓക്കെ, അതെ സാറേ, ഞങ്ങൾ അന്നന്ന് ഉള്ള ഒരു ഇത് കൊണ്ട് ജീവിച്ച് പോകുന്ന കുടുംബമാണ്. എന്തായാലും എനിക്ക് കേട്ടിടത്തോളം ഭൂമി ആൾ കൊള്ളാലോ, അച്ഛനും അമ്മ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു ഭാഗ്യം ചെയ്ത മോളാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുന്നു. അപ്പം ഭൂമി പറയും, അങ്ങനെയല്ലേ ഡോക്ടറെ, എന്നെപ്പോലൊരു മകളെ കിട്ടിയതല്ല, എനിക്ക് ഇതുപോലൊരു അച്ഛനെയും അമ്മയും കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഭൂമി പറയും. അതൊക്കെ കേട്ടപ്പോൾ ഡോക്ടറിന് ഭൂമിയെക്കുറിച്ച് ഒരു ഇതൊക്കെ തോന്നുകയാണ്. കാരണം അത്രയേറെ തൻ്റെ പാരൻസിനെ കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഇത്രയും നല്ലൊരു മകളെ കണ്ടിട്ട് ഒരു ഇതാണ്. എന്നിട്ട് ഡോക്ടർ കാര്യത്തിലോട്ട് കിടക്കുകയാണ്. അതായത് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നു. ഭൂമി, ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഭൂമി ഇത്രയും ബോൾഡായിട്ടുള്ള കുട്ടിയാണ്, അപ്പോൾ അതിൻ്റേതായ ഒരു ഇതോടുകൂടി വേണം ഭൂമി അത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ കാര്യങ്ങൾ പറയണം. അതായത് അച്ഛൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് അച്ഛന് അത്ര നല്ല ഒരു ഇതല്ല, അച്ഛന് പിന്നെ ബ്ലഡ് ക്യാൻസറാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്, ട്യൂമർ ഇതുപോലെയുള്ള ഇതാണെന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോഴത്തേക്ക് ഭൂമിജ ഞെട്ടിത്തെറിക്കുകയാണ്. ഡോക്ടറെ,
ഡോക്ടർ എന്താ പറഞ്ഞത്? അപ്പോൾ പറഞ്ഞ് അതെ ഭൂമിജ, അച്ഛന് ഇങ്ങനെ ഒരു രോഗമാണെന്ന് പറഞ്ഞു. ഏയ് അങ്ങനെ വരാൻ ഒരു കാരണവശാലും വഴിയില്ല. ഡോക്ടർ പേരൊന്നുകൂടെ നോക്കൂ, എൻ്റെ അച്ഛൻ്റെ റിപ്പോർട്ട് തന്നെയാണോ എന്നൊന്ന് നോക്കൂ. ഭൂമിജ ആകെ ടെൻഷനാണ്. എൻ്റെ അച്ഛൻ്റെ പേര് തന്നെയാണോ? ഡോക്ടർക്ക് മാറിപ്പോയതാണോ? അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഭൂമി റിലാക്സ് ആവുക. നമ്മൾ എന്ത് ഇതിൽ നിന്ന് വലിയ കാര്യങ്ങൾ വന്നാലും നമ്മളത് ജീവിതത്തിൽ നമ്മളത് ക്ഷമയോടെ സഹിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് തയ്യാറാക്കി നമ്മൾ വെക്കണം. ഇതല്ല ഇതിനപ്പുറം വന്നിരുന്നാൽ ഇല്ല ഡോക്ടറെ, ഒരിക്കലും എൻ്റെ അച്ഛൻ അങ്ങനെ വരാൻ വഴിയില്ല. ഭൂമിജ സമാധാനപ്പെടും മോളെ, കാര്യങ്ങൾ കുറച്ചും കൂടെ ബോൾഡായിട്ട് മോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്നുണ്ട്. ഭൂമിജ ഒരു കരച്ചിലാണ്. എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു രോഗമോ ഇല്ല, ഞാൻ ഒരിക്കലും അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ലാസ്റ്റ് സ്റ്റേജാണ്, നമുക്കിനി പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ അങ്ങനെയൊന്നും പറയല്ലേ, എൻ്റെ അച്ഛനെ കുറിച്ച് അങ്ങനെയൊന്നും പറയല്ലേ, എൻ്റെ അച്ഛന് ഒരു കുഴപ്പമില്ല, എൻ്റെ അച്ഛന് ഒരു കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്താലും നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഈ റിപ്പോർട്ടൊക്കെ ആയിട്ട് പോയാലോ? എവിടെ പോയാലും കുഴപ്പമില്ല, ഞാൻ വേണമെങ്കിൽ സമ്മറി ഷീറ്റും കാര്യങ്ങളൊക്കെ തരാം. ഭൂമിജയ്ക്ക് വേണമെങ്കിൽ വേറെ ഡോക്ടറെ പോയി കാണണം എന്നുണ്ടെങ്കിൽ കണ്ടോളൂ, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ അച്ഛൻ്റെ കണ്ടീഷൻ ഇതാണ്. അപ്പോൾ നമുക്കിനി പെയിനൊന്നും വരാതിരിക്കാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഭൂമിജ അവിടെ ഇരുന്ന് പൊട്ടി കരയാണ്. തൻ്റെ അച്ഛൻ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഏറ്റവും ഒരു ഇതാണ് തൻ്റെ അച്ഛനും അമ്മയും. അച്ഛൻ അങ്ങനെ ഒരു രോഗം ഭൂമിജയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, സഹിക്കാൻ പറ്റാവുന്നതിൻ്റെ ഒന്നും അപ്പുറമായിരുന്നു. ഭൂമിജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഡോക്ടർ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഭൂമിജ അവിടെ നിന്ന് വിടുകയാണ്. അങ്ങനെ ഭൂമിജ ഓക്കെ ആയിട്ട് വെളിയിലോട്ട് വരണം. അപ്പം നമ്മുടെ അച്ഛനും ചോദിക്കുന്നുണ്ട്, എന്തായി മോളെ? അച്ഛന് ഒരു കുഴപ്പമില്ല, എന്തായാലും റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ആദ്യമേ തന്നെ അറിയായിരുന്നു. അപ്പോൾ എന്നിട്ട് അച്യുതൻ പറയുന്നുണ്ട്, വെറുതെ കുറേ പൈസ കളഞ്ഞപ്പോൾ നിനക്ക് സമാധാനമായല്ലോ ഭൂമി എന്ന് പറഞ്ഞ് ഭൂമിനെ ഇങ്ങനെ ശകാരിക്കും പോലെ ചെയ്യണം കേട്ടോ. ഭൂമിജ എല്ലാം ഉള്ളിലൊതുക്കി സഹിച്ച് അങ്ങനെ നിൽക്കണം കേട്ടോ. അന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ഭൂമിജ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. അപ്പം നമ്മുടെ അംബിക ശ്രദ്ധിക്കുന്നുണ്ട്, എന്ത് പറ്റി ഇവക്ക് എന്നൊക്കെയുള്ള ഒരു ചിന്ത വരുന്നുണ്ട്. അങ്ങനെ ഭൂമി മുറിയിൽ ഇങ്ങനെ കിടക്കണം. എത്രയും പെട്ടെന്ന് രാത്രിയായി, ലൈറ്റ് ഓഫ് ചെയ്താൽ തനിക്ക് ചങ്ക് പൊട്ടി ഒന്ന് കരയാം. എൻ്റെ അച്ഛൻ്റെ ഈ അവസ്ഥ എനിക്ക് ഒരാളോട് പറയാൻ പറ്റുന്നില്ല, എനിക്കൊന്ന് വിങ്ങി പൊട്ടി കരയാൻ പറ്റുന്നില്ല എന്നൊക്കെ ഓർത്ത് നമ്മുടെ ഭൂമി സങ്കടപ്പെട്ട് വിതുമ്പി ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോൾ ഭൂമിജ ചങ്ക് പൊട്ടി ഉറക്കെ കരയണം കേട്ടോ, ആരും കേൾക്കാണ്ട്. അങ്ങനെ ആ സങ്കടമൊക്കെ ഉള്ളിൽ ഒതുക്കി എല്ലാ സങ്കടങ്ങളും ഇങ്ങനെ മനസ്സിലിട്ട് വിതുമ്പി പ്രയാസപ്പെടുകയായിരുന്നു കേട്ടോ. ഇതേ സമയം നമ്മുടെ സൗഭാഗ്യപുരത്ത് നമ്മുടെ സത്യൻ നമ്മുടെ അജയുടെ അടുത്ത് പറയുന്നുണ്ട്, അതായത് വേറൊന്നുമല്ല അജയ്, എനിക്കിതിലായിട്ട് ഒരു സൊല്യൂഷനും പറയാൻ പറ്റില്ല. അമ്മ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന് മാറ്റമൊന്നുമില്ല. എനിക്കറിയാം നിൻ്റെ പാസ്റ്റും കാര്യങ്ങളൊക്കെ, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് മറക്കാനാവാത്ത ഒരു ഇത് തന്നെയാണ് നിൻ്റെ ലൈഫിൽ. പക്ഷേ എത്ര നാൾ അത് ഓർത്ത് നമ്മൾ നിൽക്കും. അതുകൊണ്ട് മോനെ, നീ തന്നെ മുത്തശ്ശി അമ്മയായിട്ട് സംസാരിച്ച് ഒരു തീരുമാനം എടുക്കുമെന്ന് പറയുന്നുണ്ട്. അന്നേ ദിവസം വൈകിട്ട് അജയ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി അജയനുമായിട്ട് കണ്ട് സംസാരിക്കുകയാണ്. അതായത് അജയുടെ വിവാഹം ഞാൻ ഇങ്ങനെ അഞ്ജന നിൻ്റെ മുറപ്പെണ്ണുമായിട്ട് ഞാൻ തീരുമാനിച്ചു. നിൻ്റെ ഒരു അഭിപ്രായം ഞാൻ ചോദിച്ചില്ല എന്നത് വാസ്തവം തന്നെയാണ്. പക്ഷേ എനിക്ക് ഇതിൽ നിൻ്റെ കാര്യങ്ങൾ എനിക്കറിയാം, നിൻ്റെ അമ്മ സംഗീതയ്ക്കറിയാം, നിൻ്റെ അച്ഛൻ മാധവനെ അറിയാം, എല്ലാവർക്കും അറിയാം, സത്യന് പോലും അറിയാം. പക്ഷേ നമ്മൾ അത് നോക്കി ഇങ്ങനെ ഇരുന്നത് കൊണ്ട് യാതൊരു അർത്ഥവും ഇല്ലല്ലോ മോനെ. നമുക്ക് എന്തായാലും നിനക്ക് എത്ര വയസ്സായെന്നാണ് നിൻ്റെ വിചാരം? നിനക്കും ഒരു ജീവിതമൊക്കെ വേണ്ടേ? പക്ഷേ അജയ്ക്ക് അങ്ങോട്ട് പറയാനുള്ള ഒരു ഓപ്ഷൻ മുത്തശ്ശി കൊടുക്കുന്നില്ല. അതുകൊണ്ട് എന്തായാലും ഈ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. കാരണം ഞാൻ ഭവാനിക്ക് വാക്ക് കൊടുത്തു, അത് എൻ്റെ സാഗറിനോടുള്ള ഒരു കടപ്പാടാണ് മോനെ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇമോഷണലായിട്ടാണ് അജയുടെ അടുത്ത് സംസാരിക്കുന്നത്. അജയ്ക്ക് മുത്തശ്ശിയോട് ഒരിക്കലും എതിർത്ത് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു ഇതില്ല. അങ്ങനെ അജയ് ആകെ സങ്കടപ്പെട്ട് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്തു പറയാം. അപ്പം മുത്തശ്ശി ഇത് പറഞ്ഞ് പോവുകയും ചെയ്തു. അജയ് ആകെ ഇതായിപ്പോയി. അജയ്ക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നു. ആ സമയം അജയ് മുറി പോയിരുന്നിട്ട് അജയുടെ ആ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കിടാൻ തനിക്ക് തൻ്റെ ലവറിനെ കുറിച്ചും അവളുമായിട്ട് ഉണ്ടായിരുന്ന നിമിഷങ്ങളും അവളുമായിട്ട് പുറത്തു പോയതും അങ്ങനെയൊക്കെയുള്ള കുറേ മെമ്മറീസ് ഇങ്ങനെ അജയ് ആലോചിച്ച് ഇങ്ങനെ ഒരുപാട് സങ്കടപ്പെടുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിറ്റേ ദിവസം നമ്മുടെ ഭൂമി ടീ ഷോപ്പിലോട്ട് ചെല്ലുമ്പോൾ ഭൂമി ചങ്ക് പൊട്ടി തകർന്നാണ് പോണത്. ആ സമയത്ത് കടയിലോട്ട് ചെല്ലുന്ന സമയത്ത് ഭൂമി ചെല്ലുമ്പോൾ ആ പോലീസ് സ്റ്റേഷൻ എന്ന് എഴുതിയിരുന്ന ബോർഡ് താഴെ കിടക്കുന്ന ഒരു സീനാണ് കണ്ടത് കേട്ടോ. ഭൂമിക്ക് ആകെ നിയന്ത്രണം വിട്ടു. അല്ലെങ്കിൽ തന്നെ ഭൂമിക്ക്
മനസ്സിൻ്റെ നിയന്ത്രണമൊക്കെ പോയിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഒന്നും അറിയില്ല. അങ്ങനെ ഭൂമിജ ചെന്നിട്ട് നേരെ എല്ലാവരുടെ അടുത്തും പോലീസുകാരുടെ അടുത്തൊക്കെ ഇങ്ങനെ തട്ടി കയറിയാണ്. എന്ത് ചെയ്യണം, ഇത് ആരുടെ ചോദിച്ചിട്ടാണ് നിങ്ങളിത് ചെയ്തത്? ഞാൻ നിങ്ങളുടെ പോലീസ് സ്റ്റേഷനൊന്നും അല്ലല്ലോ എഴുതിയിട്ടിരുന്നത്, ഇത് ആരാ ഇത് ചെയ്തത്? എനിക്കറിയണം, എന്നോട് ചോദിക്കാണ്ട് എന്തിനിത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി അവരുടെ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സീനൊക്കെയാണ് ഇനിയിപ്പോൾ വരുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഈ ഒരു സീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങൾക്കായിട്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ സുമി മുഫാസ് മനസ്സിൽ എന്ന ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ വിവാഹിതരായാൽ എന്നതിൻ്റെ ഒരു നെക്സ്റ്റ് വീക്ക് എപ്പിസോഡ് പ്രൊമോയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.